പച്ച വീട്ടിൽ പ്രശ്നേഷ്. വെൽക്കം ടു നട്ടപ്പാതിര വീഡിയോ. ഐ ആം യുവർ ബാറ്റ്മാൻ ഏജൻറ്റ്. വിഷയം പ്രശ്നേഷിനിട്ടുള്ള കൊട്ടല്ല. ഓക്കെ, കഴിഞ്ഞൊരു വീഡിയോ ചെക്കൻ ഇങ്ങോട്ട് കയറി മാന്തി, ഞാൻ അങ്ങോട്ട് കയറി 10 മാന്തൽ തിരിച്ചു കൊടുത്ത്. അതിനങ്ങനെ പോയി. ചെക്കൻ്റെ അവസ്ഥ മനസ്സിലാവും. ഒരു എന്താ പറയുക, ജോലിക്ക് ഉള്ള വിഷയങ്ങളിലൊക്കെ തടസ്സം, ചാനലിലും പ്രശ്നം, ആകെ മൊത്തം നാട്ടുകാർ പിടിച്ച് എയറിലാക്കി. അപ്പം പിന്നെ കുറച്ച് റിയാക്ഷൻ ചെയ്തിട്ട് അങ്ങോട്ട് മാസാവാന്ന് വിചാരിച്ചതാണ്. വിക്കീനെ പറഞ്ഞ് വിക്കീൻ്റെ നീട്ടി, ഇന്നെ പറഞ്ഞ് ഇൻ്റെ നീട്ടി, ആകെ മൊത്തം സീനായി. ഇപ്പോൾ ഇയാളെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ പ്രശ്നം ചെയ്യുന്നത് പ്രശ്നമല്ല. ഇവൻ പണ്ട് സൊസൈറ്റിയിൽ എല്ലാവർക്കും ഒരു മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടികൾ സോഷ്യൽ മീഡിയയിൽ ചെയ്ത് കാണിച്ച് അതിൽ നിന്ന് ആക്സെപ്റ്റൻസി ഉണ്ടായ ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു പരിപാടി ഇപ്പോൾ രണ്ടാമത് ചെയ്യാൻ തുടങ്ങി. നന്നായി. അപ്പോൾ ഇവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇവൻ വീട്ടുകാരെ പറഞ്ഞതും ആ വിഷയങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇവനെ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം റെലവൻ്റ് അല്ലേ? ആ ഒരു ചോദ്യം കുറച്ച് നാട്ടുകാരോടെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നോമ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ പ്രശ്നേഷ് വീണ്ടും ബീച്ചിലിറങ്ങി ബീച്ച് ക്ലീനപ്പ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. കാരണം ചെയ്യണോടെ, ആരെങ്കിലുമൊക്കെ ചെയ്യണം. എന്തായാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇവൻ ചെയ്യുന്നത് നല്ല കാര്യം, അത് അപ്രിഷ്യേറ്റ് ചെയ്യണം. അതിൽ പോയി നെഗടിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവൻ്റെ വീട്ടുകാരായിട്ടുണ്ടാക്കിയ സീനിൽ നമുക്ക് ഇവനെ ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷേ ഇവൻ ഇവിടെ എടുത്ത് കാണിക്കുന്ന ഈ കാര്യം ഇത് ഭയങ്കര ഡേഞ്ചറസ് പരിപാടി. ഇത് നമ്മളുടെ സർക്കാർ ഏറ്റെടുത്ത് ചെയ്യേണ്ട പണിയാണ്. അതിവൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ വട്ടം ഇവനെ നമ്മളെങ്ങനെയാണോ ലൈക്ക് കുറച്ച് ബാക്കിലോട്ട് പോയാൽ ടൈം ട്രാവൽ ചെയ്ത് പിന്നോട്ട് പോയ ഇവൻ എങ്ങനെയാണോ ആളുകൾ ആക്സെപ്റ്റ് ചെയ്ത് ആ മൂഡിലേക്ക് ഇവൻ തിരിച്ചു വരുന്നത് നല്ലതാണ്. ഓക്കെ, കാരണം അവൻ്റെ ഒരു ചേഞ്ച് അത്യാവശ്യമായിരുന്നു. എന്നാലും ഇതിനിടയിലും പലതും എഴുതിയിടുന്ന സമയത്തും പലതും പറയുന്ന സമയത്തും വീണ്ടും ഒരു തിരിച്ചു കുത്തൽ, അല്ലെങ്കിൽ എന്താ പറയുക, വീട്ടുകാർക്കിട്ടുള്ളൊരു അടി ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. അതുകൂടി നീ ഒഴിവാക്കി കഴിഞ്ഞാൽ നീ ഓക്കെയാണ്. അപ്പോൾ വിഷയം വേറൊന്നുമല്ല. ആലപ്പുഴ ബീച്ച് മിനിമം 1 മണിക്കൂർ ഇവൻ ക്ലീൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, 23 ജൂൺ 2025 മുതൽ 29 ജൂൺ 2025 വരെ ഇതാണ് ഇവൻ്റെ ഒരു പരിപാടി. അപ്പോൾ ഇവൻ അങ്ങനെ ക്ലീനപ്പ് തുടങ്ങുകയാണ്. 1 മണിക്കൂറാണ് ഇവൻ ക്ലീനപ്പ് ചെയ്യുന്നത്. അങ്ങനെ ബീച്ച് ക്ലീനിങ് ഭാഗമായിട്ട് ഇവൻ അവിടെ പോയപ്പോൾ ഇവന് കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവൻ എല്ലാ ദിവസവും വീഡിയോ ആയിട്ടും ലൈവായിട്ടും ഇടുന്നുണ്ട്. ആദ്യത്തെ ദിവസം ഇട്ട വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഒരാഴ്ച 7 ഡേയ്സ് നമ്മൾ ആലപ്പുഴ ബീച്ചിലുണ്ടാവും. മിനിമം 1 മണിക്കൂർ വെച്ച് എല്ലാ ദിവസവും, മിനിമം 1 മണിക്കൂർ വെച്ച് എല്ലാ ദിവസവും നമ്മൾ ക്ലീനപ്പ് ചെയ്യാൻ ഇറങ്ങുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് എത്രത്തോളം വേസ്റ്റ് കിട്ടുന്നുണ്ടെന്നുള്ളത്, അതായത് സിറിഞ്ച് എത്ര, ആംബ്യൂൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് എത്ര, വയൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് എത്ര, വേറെ എന്തെങ്കിലും മെഡിക്കൽ വേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എത്ര എന്നൊക്കെ ഉള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീക്കിൻ്റെ എൻഡിൽ കറക്റ്റായിട്ട് നമ്മൾ നിങ്ങളുടെക്കലും പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ അതോറിറ്റീസിൻ്റെ കയ്യിലും ആ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയായിരിക്കും ഇതെല്ലാം കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരുമിച്ചാകുമ്പോൾ അവർ എടുക്കുമെന്നറിയില്ല. എടുത്തില്ലെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിക്കുന്നവരെ നമ്മൾ പോരാടാനും റെഡി ആയിട്ടാണ് ഈ ഒരു തവണ നമ്മൾ ക്ലീനപ്പ് തുടങ്ങിയേക്കുന്നത്. ഫയൽ നമ്പർ 3. ഇത്ര അഴുക്ക സാധനമൊക്കെയാണ് ആലപ്പുഴ ബീച്ചിൽ കിടക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടോ? അടുത്ത നീഡില് സമയം 6:45. ഇനി ഒരു 1/4 മണിക്കൂറോടെ ഉണ്ട്. സിറിഞ്ച് നമ്പർ 8 ആൻഡ് വയൽ നമ്പർ 5. അപ്പൊ സമയം 7 മണി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലപ്പുഴ ബീച്ചിൽ നിന്ന് ആകെ 1 മണിക്കൂറിനുള്ളിൽ ആദ്യ ദിവസം തന്നെ കളക്ട് ചെയ്തേക്കുന്നത് 8 സിറിഞ്ച്, 6 വയൽ, 2 നീഡിൽ, 1 കത്തീഡർ എന്നിവയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇവൻ ദിവസവും ക്ലീനപ്പ് ചെയ്തതിന് ശേഷം ഇവൻ എന്തൊക്കെ കിട്ടി എന്നുള്ളത് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കുടുംബം നന്നാക്കിയിട്ട് നാട് നന്നാക്കാൻ ഇറങ്ങും ബ്രോ. ഗവൺമെൻറ് ആശുപത്രി എന്ന് പേരെടുത്ത് പറയാൻ എന്താ കാര്യം? ഒരു തെളിവുമില്ലാത്ത ആരോപണം ഉന്നയിക്കരുത്. പോസ്റ്റ് എഡിറ്റ് ചെയ്യുന്നതാണ് മര്യാദ. അതായത് ഇവൻ ഇട്ടൊരു പോസ്റ്റിനകത്ത് ഇത് ആലപ്പുഴ ബീച്ചാണോ അതോ ഗവൺമെൻറ് ആശുപത്രിയോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു കോമെൻറ്റ് വളരെ റെലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഈ വരുന്ന വേസ്റ്റുകളൊക്കെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് തന്നെ പുറത്ത് തള്ളുന്നതാണോ അതോ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാബുകളിൽ നിന്നോ
ഒക്കെ പുറത്തേക്ക് തള്ളുന്ന സാധനങ്ങളാണോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. സോ പെട്ടെന്ന് ചാടി കയറി ഗവൺമെൻറ് ആശുപത്രി എന്ന് പറഞ്ഞിട്ട് നീ ഇട്ട പോലത്തെ ഇപ്പോഴത്തെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് അടുത്തൊരു പണി ഓക്കെ 8ൻ്റെ പൂട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ മാറ്റുന്നത് കുറച്ച് നന്നായിരിക്കും. ഓക്കെ, വീണ്ടും ഇറങ്ങിയോടാ, എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ മക്കളെ. ആലപ്പുഴ ബീച്ച് പോയ ആരുടെയെങ്കിലും കാലിലൊരു സിറിഞ്ച് മുട്ടിയിട്ടുണ്ടോ? അതായത് ആലപ്പുഴ ബീച്ചിൽ പോയ ആരുടെയെങ്കിലും കാലിൽ സിറിഞ്ച് മുട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ അത്യാവശ്യം നമ്മളെ മലപ്പുറം സൈഡിൽ പൊന്നാനി, കോഴിക്കോട്, അങ്ങനെ തിരൂര് ഈ സൈഡൊക്കെ പോകുമ്പോൾ ബീച്ചിലിറങ്ങി നടക്കാറുണ്ട്. ചില ടൈമിലൊക്കെ ചെരുപ്പൂരി നടക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ എന്തോ ഒരു കുത്തുപോലെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതിപ്പോൾ ഈ പറഞ്ഞ നീഡിൽ അറ്റം വന്ന് മുട്ടുന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ പേടിയാണ്, ആ കാര്യം പറയാലോ. ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ചെയ്യാറില്ല, ചെരുപ്പും ഷൂസും ഇട്ട് തന്നെയാണ് നടക്കാറ്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് പല ഫാമിലീസും കുട്ടികളായിട്ട് വന്നിട്ട് ചെറിയ പിള്ളേർ ചെരുപ്പൊന്നും ഇടാതെ ഇങ്ങനെ ബീച്ചിൽ കൂടി ഓടി നടക്കുന്നൊരു സിറ്റുവേഷനുണ്ട്. ശരിക്കും വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലേ. ഈ ചെങ്ങാതി ഇവൻ്റെ റിയൽ ലൈഫിൽ ഇപ്പോൾ കാണിച്ചു കൂട്ടിയ പരിപാടികൾ നിങ്ങളൊരു സൈഡിൽ വെച്ചിട്ട് അത് വെച്ച് ഇവനെ ഓഡിറ്റ് ചെയ്യാതെ ഇനിയിപ്പോൾ ഇവൻ്റെ ഇമേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ബാക്ക് ടു ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയതാണെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോ. എന്നാലും ചെയ്യുന്ന പണി അത്യാവശ്യം നല്ല കാര്യമായതുകൊണ്ട് ഇതിലവനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഓക്കെ, പിന്നെ ഈ ചെയ്യുന്ന പണി അവൻ ഈ പറഞ്ഞ റീച്ചിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കിയെടുത്തൊരു നെഗറ്റിവിറ്റി മാറാൻ വേണ്ടിയിട്ടുമാണ് എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കാം കേട്ടോ. വിചാരിക്കുന്നതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ എന്തിനാണെങ്കിലും ഈ ഒരു വിഷയം എന്തുകൊണ്ട് നമ്മുടെ സിസ്റ്റം അഡ്രസ്സ് ചെയ്യുന്നില്ല, നമ്മളെ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നെനിക്കറിയില്ല. ഞാൻ പറയുമ്പോൾ നമ്മുടെ ടൂറിസം മിനിസ്റ്റർ റിയാസിനൊക്കെ ഈ സാധനം അയച്ചു കൊടുക്കണം. കാരണം ഏറ്റവും കൂടുതൽ നമ്മളെ കോസ്റ്റൽ ഏരിയയിലേക്ക് നല്ല രീതിയിൽ ടൂറിസ്റ്റുകൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മുടെ തീരങ്ങളിൽ ഇതേപോലെ മെഡിക്കൽ വേസ്റ്റ് വന്ന് അടിയുന്നൊരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരു വട്ടം വന്ന ആൾ പിന്നെ വരില്ല. ഓൾറെഡി പല സ്ഥലങ്ങളിലും അലമ്പും ബോറുമാണ്. ഓക്കെ, പല സ്ഥലങ്ങളിലും വളരെ മോശമാണ്. ഇപ്പോൾ കോഴിക്കോട് തന്നെ ചില ഭാഗങ്ങളൊക്കെ ഇൻ്റർലോക്ക് ഇട്ട് ഉള്ളിൽ സെറ്റപ്പാക്കി ആളുകൾക്ക് വന്നു പോകാനുള്ള സെറ്റപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഇത് അടുത്ത സ്ട്രെച്ച് മൊത്തം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേസ്റ്റും അതും ഇതും ആകെ അലമ്പും വൃത്തികേടായി കിടക്കുന്നത് കാണാം. എല്ലാ ഭാഗങ്ങളും ഒന്നും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നോക്കാനും പിടിക്കാനും പറ്റിയെന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഇത് എങ്ങനെ കടലിലേക്ക് ഈ സാധനം എങ്ങനെ വരുന്നു എന്നുള്ളതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനൊരു തടയിടാൻ നല്ലതല്ലേ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. കാരണം അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ടാക്സ് അടയ്ക്കുന്നതും നമുക്ക് ഇങ്ങനത്തെ സൗകര്യങ്ങൾ കിട്ടാനും. പിന്നെ പറയാൻ പറ്റുമോ, ബീച്ചിൽ പോയി വന്ന ഒരാൾക്ക് പെട്ടെന്നൊരു പനി വന്നു, നമ്മളൊക്കെ വിചാരിക്കുന്ന ബീച്ചിലെ കാറ്റ് കൊണ്ടു അങ്ങനെ എങ്ങനെ വിചാരിച്ചിട്ട് നമ്മളത് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു സാധനം കാലിൽ കുത്തിയിട്ടുള്ളൊരു പനിയാണെങ്കിലോ. ഇപ്പോൾ നേരത്തെ ഒരാൾ കമൻ്റ് ഇട്ട പോലെ ആലപ്പുഴ ബീച്ചിൽ പോയി ആരുടെങ്കിലും കാലിൽ സിറിഞ്ച് കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടവർ കാണും ചിലപ്പോൾ. പിന്നെ ചിലർ ഞാൻ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കണ്ടു ഇവനായിട്ട് കൊണ്ടുപോയി ഇടുന്നതാണ്. ആകെ എന്തോ അർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടന്റിന് വേണ്ടിയിട്ട് ഇവനായിട്ട് കൊണ്ടുപോയിട്ടിട്ട് ഇവനായിട്ട് എടുത്തു കൊണ്ടുവന്ന് ഇവനിത് കൊണ്ടുപോയിട്ട് വേറെ ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്താലോ, അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കി ഏതെങ്കിലും ഒരു ടൂറിസം വകുപ്പിലോ അല്ലെങ്കിൽ ഈ ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവരിത് മനസ്സിലാക്കാതിരിക്കുമോ? അവർ പൊട്ടന്മാരൊന്നുമില്ലല്ലോ. ഈ അല്ല ഇവൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് വീഡിയോ ഇടാണ്. അങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് ഇതിവൻ കൊണ്ടുപോയി ഇട്ടതാണോ അല്ലേ എന്നുള്ള സംശയം മൂത്തിട്ട് ആരെങ്കിലും പോയി നോക്കിയാലും പോരെ. മനസ്സിലായോ? അങ്ങനത്തെ ഒക്കെ സംശയമുള്ളവർ സ്വന്തം ഇറങ്ങിപ്പോയിട്ട് എന്ത് ചെയ്യുക, ബീച്ച് ചെക്ക് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവനൊരു ലോഡ് സാധനം കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. 7 ദിവസത്തെ ആലപ്പുഴ ബീച്ച് ക്ലീനപ്പിന്റെ 6 ദിവസത്തെ ഔട്ട്പുട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ആദ്യത്തെ 5 ദിവസം കൊണ്ട് നിറഞ്ഞ കുപ്പിയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നിറഞ്ഞ കുപ്പിയാണ് കേട്ടോ. ആക്ച്വലി ഇത് ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ക്ലീനപ്പ് കൂടെ ചെയ്യും. അതുപോലെ തന്നെ നാളത്തെ കൂടെ ക്ലീനപ്പ് ചെയ്യുമ്പോഴേ 7 ദിവസം കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മൾ കണക്ക് തെറ്റിപ്പോയിരിക്കാനായിട്ട് എല്ലാ അവസ്ഥയും കണക്കിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ നമുക്ക് വന്നേക്കുന്നത് ഇത് ഇവിടെ കാണാൻ പറ്റും. 80 സിറിഞ്ച്, അതുപോലെ തന്നെ 27 വയൽ, 11 നീഡിൽ, ഒരു ക്യാപ്പ്, 3 പിസ്റ്റൺ, അതുപോലെ തന്നെ ഒരു കത്തീറ്റർ, 2 വാക്യൂം ട്യൂബ് എന്നിങ്ങനെയാണ് ഈ 6 ദിവസം കൊണ്ട് നമുക്ക് ക്ലീനപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ
നമ്മളാണ് ബീച്ചിൽ വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ട് പെറുക്കിയെടുക്കുന്നതെന്നുള്ള കൊണയടി ഇല്ലാണ്ടാക്കാനായിട്ടാണ് നമ്മൾ ക്ലീനപ്പ് ചെയ്യുമ്പോഴത്തേക്കും തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെയുള്ള ലൈവും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവൻ തന്നെ പറഞ്ഞല്ലോ ലൈവ് ഇട്ട് ചെയ്യാൻ കാരണം അവരായിട്ട് കൊണ്ടുപോയി ഇടുന്നു എന്നുള്ളൊരു വർത്താനം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ് ഇടുന്നത് എന്നുള്ളത്. അതായത് ലൈവ് ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലെങ്കിലും. കാരണം അത്യാവശ്യം സാമാന്യ ബോധത്തോടു കൂടി ആലോചിച്ചാൽ മനസ്സിലാവും ഇത് കൊണ്ടുപോയിട്ടിട്ട് ഇപ്പം ഇന്ന് കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞ് വേറെ പോകുന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ഷുവറാണ്. അപ്പോൾ പിന്നെ അങ്ങനെ കൊണ്ടുപോയിട്ട് ചെയ്യുന്ന ഒരു മൂഡിലേക്കൊന്നും പോകാൻ പോകില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു പരിപാടി ശരിക്കും ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ട, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏറ്റെടുക്കേണ്ട, ഇവിടുത്തെ ഹരിത കേരളം പോലത്തെ പ്രോഗ്രാമുകൾ ഒരുപാട് സാധനങ്ങളൊക്കെ സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ഇവനും ഭാര്യയും മാത്രമായിട്ട് ഇറങ്ങി അവരാൾ കഴിയുന്ന ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനത്തെ ഒരു ക്ലീനപ്പ് മിഷൻ ചെയ്തിട്ട് ഇവൻ ഇത്രത്തോളം സാധനങ്ങൾ അവിടെ നിന്ന് മെഡിക്കൽ വേസ്റ്റ് മാത്രം, ഇത് മെഡിക്കൽ വേസ്റ്റ് മാത്രമല്ല ഇതല്ലാത്ത വേസ്റ്റുകൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കണ്ടറിയണം. അതവിടെ ഇറങ്ങി നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ വെറും സാനിറ്റൈസർ അടിയും കാണുന്ന കണ്ടന്റ് മേക്കിങ്ങും വീട്ടുകാരെ പറച്ചിലും മാത്രമല്ല, ഇവൻ ഈ പണി ചെയ്യുന്നത് കൊണ്ട് ഇവൻ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, കാരണം ഇനി ഇവൻ കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരു അവയർനെസ്സാണ്. ഫാമിലി ആയിട്ട് ബീച്ചിലൊക്കെ പോകുന്ന ആളുകൾ, അപ്പോൾ ഈ ആലപ്പുഴ ബീച്ച് മാത്രമല്ല, കോഴിക്കോടാണെങ്കിലും പരപ്പനങ്ങാടി ആണെങ്കിലും പൊന്നാനി ആണെങ്കിലും തിരൂരാണെങ്കിലും തൃശ്ശൂരുള്ള ബീച്ചാണെങ്കിലും തിരുവനന്തപുരത്തുള്ള ബീച്ചാണെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് കുട്ടികളും നമ്മളൊക്കെ മാക്സിമം ചെരുപ്പും ഷൂസൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, കാരണം ഇതേ രീതിയിലുള്ള മെഡിക്കൽ വേസ്റ്റുകൾ നമ്മുടെ ആളുകൾ പോകാൻ സാധ്യതയുള്ള കടൽ തീരങ്ങളിലും കടലിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വലിച്ചെറിയപ്പെടുന്നുണ്ട്. സാധനങ്ങൾ തീരത്ത് വന്ന് അടിഞ്ഞ് രണ്ടാമത് നമ്മളെ മേത്ത് കുത്തിയാൽ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് പല രോഗങ്ങളും വരും. സോ പ്ലീസ് ഈ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വിട്. പക്ഷേ ഇത് ഗവൺമെൻറ് തലത്തിൽ ഏറ്റെടുത്ത് ഒരു വലിയ ക്ലീനപ്പ് മിഷനാക്കി ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഉള്ള നമ്മളുടെ റീൽസ് മന്ത്രിക്കടക്കം ഒരു നല്ല കാര്യമായിരിക്കും. പ്രശ്നേഷനെ പോലെ തന്നെ മുഖച്ഛായ മിനുക്കാൻ, റോഡ് പണിയിൽ പോയ മാനം തിരിച്ചു പിടിക്കാൻ നന്നായിരിക്കും. അവിടെ പോയിട്ട് കുറച്ച് റീൽസ് എടുക്കുന്നതുകൊണ്ട് പ്രശ്നം അതാണ്ട് നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ടല്ലേ. ബീച്ചൊക്കെ ഒന്ന് ക്ലീനായി കിട്ടുമല്ലോ. എന്താണെങ്കിലും ആലപ്പുഴ ബീച്ചാണ് ഇവൻ ടാർഗറ്റ് ചെയ്ത് ഇത്രയും ക്ലീൻ ചെയ്തത്. അതേ ആലപ്പുഴ ബീച്ചിൽ വേണമെന്നെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് പോയി നോക്കാം. ഇവൻ ക്ലീൻ ചെയ്ത സ്ഥലങ്ങളല്ലാത്ത സ്ഥലങ്ങളിൽ ഇനി ഇഷ്ടംപോലെ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം എന്താണെങ്കിലും പ്രശ്നങ്ങളിൽ നിന്ന് മാറി അവിടെ റൈറ്റ് ട്രാക്ക് വന്നത് കണ്ടതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നിന്നെ കൊണയടി കാണുമ്പോൾ നിന്നെ ഇനിയും വിമർശിക്കും. നീ നല്ലത് ചെയ്യുമ്പോൾ നിന്നെ ഇതേപോലെ ചെയ്തത് കൊള്ളാം എന്ന് പറയാനും എന്നെ കൊണ്ട് പറ്റും. കാരണം നീ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താണെങ്കിലും പ്രശേഷ് ഇങ്ങനെ മുന്നിൽ പോകുന്നത് നല്ലതാണ്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെയും പെങ്ങളെയും കുത്തിപ്പറഞ്ഞും എഴുത്തിലൂടെ കുത്തിയും ഒക്കെ ഉള്ള നിൻ്റെ പരിപാടികൾ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെ കുറച്ച് സ്വന്തം ജീവിതത്തിൽ ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിൻ്റെ പോയ ആ ഒരു ഫേസ് ചിലപ്പോൾ നിനക്ക് തിരിച്ചു കിട്ടും. ചിലപ്പോൾ എന്ന് പറയാൻ കാരണം സ്വന്തം വീട്ടിൽ അമ്മേനെയും പെങ്ങളെയും പറഞ്ഞപ്പോൾ ടൈം പിടിക്കൂലോടെ. അപ്പം അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനത്തെ ഒക്കെ പ്രവർത്തികൾ നിന്നിലൊരു മാറ്റം കൊണ്ടുവരട്ടെ.